തൊടുപുഴയിൽ നിന്നും കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. ബിജുവിന്റെ സുഹൃത്ത് ജയ്മോന്റെ ഗോഡൌണിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗോഡൌണിലെ മാൻഹോളിൽ കുഴിച്ചുമൂടിയ നിലയിലാണ് മൃതദേഹം. സംഭവത്തിൽ ജയ്മോൻ ഉൾപ്പെടെ 3 പേരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനന്തു, ഏതാനും സമയം മുമ്പാണ് ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ വ്യാപാര പങ്കാളിയായ ജോമോന്റെ കലയന്താനിയിലുള്ള കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഗോഡൌണിന്റെ മാൻഹോളിൽ നിന്ന് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11:30 മുതൽ പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ഏറെ നേരം അധ്വാനിച്ചാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ഈ സമയം വരെ മൃതദേഹം പുറത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മാൻഹോളിലെ മാലിന്യത്തിൽ കുഴിച്ചു മൂടിയ നിലയിലായിരുന്നു മൃതദേഹം വല്ലാതെ ജീർണിച്ചതിനാൽ ഇതിന് പുറത്തേക്ക് എടുക്കാൻ നിലവിൽ ഇത് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ജില്ലാ പോലീസ് മേധാവി ഈ സംഭവത്തിൽ പ്രതികരിച്ച് ഇതൊരു കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കത്തിന് ഒടുവിൽ ഈ ജോമോൻ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു. സുഹൃത്തായിട്ടുള്ള ബിജു ജോസഫിനെ പിടിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ മർദ്ദിക്കുന്നതിനിടെ ബിജു കൊല്ലപ്പെടുകയായിരുന്നു. തുടർന്ന് മൃതദേഹം ഈ ജോമോന്റെ തന്നെ ഉടമസ്ഥയുള്ള ഗോഡൌണിൽ മറവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ ആകെ ഇതുവരെ 4 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ ഒരാൾ കാപ്പ കേസിലെ പ്രതിയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഈ കാപ്പ കേസിലെ പ്രതി നിലവിൽ റിമാൻഡിലാണ്. ബാക്കി ജോമോൻ ഉൾപ്പെടെ ബാക്കി 3 പേരാണ് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ജോമോന്റെയും മറ്റ് 2 പ്രതികളുടെയും മൊഴി അനുസരിച്ചാണ് ഈ ജോമോന്റെ ഗോഡൌണിൽ നിലവിൽ രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചത്. ഇവിടെ എത്തിച്ച ഈ പിടിച്ചുകൊണ്ട് വരുന്ന വഴി തന്നെ ഈ മർദ്ദനത്തിനിടയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ഗോഡൌണിൽ മറവ് ചെയ്യുകയായിരുന്നു എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന സൂചന. എന്തായാലും മൃതദേഹം ഇതുവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ച് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അനന്തോ, ശരി. വ്യാപാര പങ്കാളികൾ തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. എന്തായാലും മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.